നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് FC ബാഴ്സലോണ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലാണ് അവർ വളരെ ദയനീയമായ പ്രകടനം നടത്തുന്നത്. ബാഴ്സ ഇപ്പോൾ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ക്ലബിനെ പരിശീലിപ്പിച്ച ചാവി ഇന്ന് ക്ലബിനോടൊപ്പമില്ല. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് പുതിയ പരിശീലകനായിക്കൊണ്ട് ഹാൻസി ഫ്ലിക്കിനെ ബാഴ്സലോണ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലിക്കിന് കീഴിൽ പ്രീ സീസൺ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ബാഴ്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ പരിശീലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ കരുതിയതിനേക്കാൾ വലുതാണ് ബാഴ്സ എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കിരീടങ്ങളും നേടാനാവുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫ്ലിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യ നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു അവിശ്വസനീയമായ ക്ലബ്ബാണെന്ന്. ഞാൻ കരുതിയതിനേക്കാൾ വലുതാണ് ബാഴ്സ എന്ന ക്ലബ്ബ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും വലിയ ക്ലബ്ബ്. ഇത്തരം ക്ലബ്ബുകൾക്കൊപ്പം കിരീടങ്ങൾ നേടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ കിരീടങ്ങളും നേടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും. റിസൾട്ടുകൾക്ക് മാത്രമാണ് പ്രാധാന്യം. മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ബാഴ്സയുടെ പുതിയ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ബയേണിനെ പരിശീലിപ്പിച്ച ഇദ്ദേഹത്തിന് അവർക്ക് ഒരു വർഷത്തിനിടെ 6 കിരീടങ്ങൾ നേടിക്കൊടുക്കാൻ സാധിച്ചിരുന്നു. പിന്നീട് ജർമ്മനിയുടെ പരിശീലകനായിക്കൊണ്ട് ഫ്ലിക്ക് ചുമതലയേറ്റിരുന്നു. പക്ഷെ അവിടെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ബാഴ്സയുടെ പരിശീലകനായിക്കൊണ്ട് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.